ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പാറ്റേൺ ഡ്രാഫ്റ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അതില്ലാണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടി ഡ്രസ് ഫോമാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. 4 to 5 ഇയർ ഓൾഡ് കിഡിൻ്റെ സൈസ് ചാർട്ടിലാണ് ഫോളോ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ 2 ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 25 ഇഞ്ച് വിഡ്ത്തിലും 21 ഇഞ്ച് ലെങ്ത്തിലുമുള്ള ഒരു ഫാബ്രിക്കാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. 4 to 5 ഇയർ ഓൾഡ് കിഡിൻ്റെ സൈസ് ചാർട്ട് ആകുമ്പോൾ ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 23 ഇഞ്ചാണ്. അതിനോടൊപ്പം 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 25 ഇഞ്ച് വിഡ്ത്ത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 ഇഞ്ച് നമ്മൾ ഇതേപോലെ ടോപ്പിൽ നിന്ന് മാർക്ക് ചെയ്യുക. ഇലാസ്റ്റിക് ബാൻഡ് കയറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതേപോലെ 3 ഇഞ്ച് കൊടുക്കുന്നത്. ചിലർ 2 ഇഞ്ച് കൊടുക്കുന്നവരുണ്ട്. അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. 3 ഇഞ്ച് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഇനി നമ്മൾ ഇതേപോലെ അതിൻ്റെ എഡ്ജ് ഫാബ്രിക് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അത് നമ്മൾ ഫ്രണ്ട് ഫാബ്രിക്കിലും ബാക്ക് ഫാബ്രിക്കിലും ഇതേ പ്രോസസ്സാണ്. 3 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുക, എഡ്ജ് ഫാബ്രിക് ഡബിൾ ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ഇതേപോലെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. സോ അങ്ങനെ നമ്മൾ 2 ഫാബ്രിക്കിലും ഇതേപോലെ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? നമ്മുടെ ഇലാസ്റ്റിക് ബാൻഡ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ സൈസാണ് നമ്മൾ എത്രയാണോ ചെസ്റ്റ് റൗണ്ട് കൊടുത്തേക്കുന്നത് അതിൻ്റെ നേർ പകുതി എടുക്കുക. ഞാനിവിടെ അതിൽ നിന്നും 1 ഇഞ്ചും കൂടി കുറച്ച് 10.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി ഫ്രില്ലി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 10.5 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ഇനി ചെയ്യുന്നത് നമ്മുടെ ഇലാസ്റ്റിക് ബാൻഡിൻ്റെ വിഡ്ത്ത് എടുക്കുക. അത് 1.5 ആണ്. ആ 1.5 ഇഞ്ച് നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്ത പോർഷനിൽ മാർക്ക് ചെയ്യുക. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതും ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ 2 ഫാബ്രിക്കിലും നമ്മൾ ഇതേപോലെ ചെയ്യണം. അപ്പോൾ ഈ 1.5 ഇഞ്ച് ഗ്യാപ്പിലായിരിക്കും നമ്മൾ ഇലാസ്റ്റിക് ബാൻഡ് കയറ്റുന്നത്. അപ്പോൾ മുകളിൽ വരുന്ന ബാക്കി പോർഷൻ ചുരുക്കി വരുമ്പോൾ ഭയങ്കര ഫ്രില്ലി ആയിട്ട് കിടക്കും. അത് ഒരു പ്രത്യേക ഭംഗിയാണ് അത് കാണാൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. സോ ഇതേപോലെ നമ്മൾ ആ ഗ്യാപ്പിൽ ഇലാസ്റ്റിക് ബാൻഡ് കയറ്റുകയാണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇലാസ്റ്റിക് ബാൻഡ് തെന്നി മാറാണ്ടിരിക്കും. ആ കൊടുത്തിരിക്കുന്ന ഗ്യാപ്പിൽ തന്നെ ഫിക്സ് ചെയ്തിരിക്കും. അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. സോ നമ്മളിതേപോലെ ഫ്രില്ല് ഒരേ പ്രപ്പോർഷനിലാക്കിയാണ്. അതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഇലാസ്റ്റിക് ബാൻഡും ഈ ഫാബ്രിക്കും കൂടി ചേർത്ത് ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. അത് ഇലാസ്റ്റിക് വിട്ട് മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ 2 ഫാബ്രിക്കും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഷോൾഡർ സ്ട്രാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. ഞാനവിടെ കെട്ടാണ് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഷോൾഡർ സ്ട്രാപ്പിലും എന്തുകൊണ്ടും നല്ലത് കെട്ട് കൊടുക്കുന്നതാണ്. അതാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഷോൾഡർ കയറ്റുകയും താത്തുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 15 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വിഡ്ത്തിലുമുള്ള 4 ഫാബ്രിക് പീസസാണ്. അതിതേപോലെ മടക്കിയിട്ട് ചുറ്റും നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ്. ഇനി എന്താ ചെയ്യുക? നമ്മളിത് തിരിച്ചിടുക. ഈ തിരിച്ചിടുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള പണിയാണ്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് നല്ല പെർഫെക്ഷനിൽ തന്നെ കിട്ടണമെങ്കിൽ കുറച്ച് സമയമെടുക്കുമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ചിട്ടിരിക്കുകയാണ്. ഇനി ഒന്നും കൂടി ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളിതിൻ്റെ എല്ലാം എഡ്ജിൽ കൂടി ഒരു എഡ്ജ് സ്റ്റിച്ച് കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഫിനിഷിങ്ങിൽ കിട്ടും. സോ ഞാൻ അങ്ങനെ എഡ്ജ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ അത് അറേഞ്ച് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് സ്ട്രാപ്പ് എവിടെ അറ്റാച്ച് ചെയ്യണം, അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ടേപ്പ് ഇതേപോലെ വെച്ചു. അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ടേപ്പ് ഫോൾഡ് ചെയ്ത് കണ്ടുപിടിച്ചു. ആ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് 2.5 ഇഞ്ച് 2 സൈഡിലോട്ടുമായിട്ട് ഞാൻ മാർക്ക് ചെയ്തു. ഈ പോയിൻറ്റിലോട്ടാണ് നമ്മുടെ സ്ട്രാപ്പ് കൊണ്ട് വെക്കുന്നത്. സോ ഞാൻ സ്ട്രാപ്പ് എടുത്തിട്ടുണ്ട്. അത് നമ്മളിതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത 2 പോയിൻറ്റിലും നമ്മൾ ആ പോയിൻറ്റിൻ്റെ സെൻറ്ററിൽ കൊണ്ട് വയ്ക്കുക. വെച്ചിട്ട് നമ്മൾ പിൻ ചെയ്യുക. പിൻ ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് തയ്ക്കാൻ നേരത്ത് അത് തെന്നി മാറില്ല. അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ അത് പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിരിക്കും നമുക്ക്. സോ ഇങ്ങനെ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളതിനെ ഒരു ബോക്സ് പോലെ ചുറ്റി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. 4 സ്ട്രാപ്പും നമ്മൾ ഇതേപോലെ ഒരു ബോക്സ് പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ്.
അങ്ങനെ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തത് പോലും കാണാൻ പറ്റുന്നില്ല, അത്രയും നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് സൈഡ് ജോയിൻ ചെയ്യുക, അതേപോലെ തന്നെ ഹെം പോർഷൻ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇത് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ് ഫോമാണ് കേട്ടോ. ഇതിലാകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ചെസ്റ്റ് റൗണ്ട് മെഷർമെൻ്റ് ആണ്. അതിനെക്കാട്ടിലും ഒരു 2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസ് കൊടുക്കുക. ദെൻ ഇലാസ്റ്റിക് ബാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് റൗണ്ടിൻ്റെ നേരെ പകുതി കൊടുക്കുക. പിന്നെ ലെങ്ത് എന്ന് പറയുന്നത് ഞാനിവിടെ ഇൻക്ലൂഡിങ് ആ ഇലാസ്റ്റിക് ബാൻഡ് കയറ്റാനായിട്ട് നമ്മളൊരു 3 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിരുന്നു. അതുകൂടി ചേർത്താണ് 21 ഇഞ്ച് ലെങ്ത് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ 3 ഇഞ്ച് ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി 18 ഇഞ്ചായിരിക്കും ലെങ്ത് ആയിട്ട് കിട്ടുന്നത്. അതിനോടൊപ്പം സ്ട്രാപ്പും കൂടി വരും. സോ അതിനെക്കാട്ടിലും കുറച്ച് ലെങ്ത് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, കൂടുതൽ കൊടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. സോ ഇതേപോലെ ഞാൻ ഹെം പോർഷൻ ഡബിൾ ഫോൾഡ് ചെയ്തിപ്പോൾ സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടി ഡ്രസ് ഫോം കിട്ടും. വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്നൊരു ഡ്രസ്സാണ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ എല്ലാവരും മറക്കല്ലേ.